ഇപ്പോൾ തറാവി നിസ്കാരത്തിനടക്കം ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തുടങ്ങിയെന്ന് അറിയില്ല, കേരളത്തിലുണ്ട്. ഇവിടെ തുടങ്ങിയ പ്രിയപ്പെട്ടവരെ, കാലം മാറിയിട്ടുണ്ടല്ലോ. ഈ കാലഘട്ടത്തിലുള്ള ജനങ്ങളും മാറിയിട്ടുണ്ടല്ലോ. മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വണ്ടിയിൽ നമ്മൾ പോകുന്ന നേരത്ത് എൻ്റർടൈൻമെൻ്റാണെന്ന് പറഞ്ഞുകൊണ്ട്, ഹാബിറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വെക്കുന്ന പാട്ടുകളില്ലേ മോനെ, സിനിമ പാട്ടുകൾ വെച്ചിട്ട് പോകുന്നവരല്ലേ. അതേപോലെ തന്നെ വീട്ടിലുള്ള ഉമ്മമാരാ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ചില മക്കൾ വീട്ടിൽ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമികപരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാതെ പകരം അനിസ്ലാമികപരമായ പാട്ടുകൾ കേട്ടുകൊണ്ട് പഠിക്കുകയും മക്കളെ ഉറക്കുകയും അതേപോലെ തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്നവരുണ്ട് എങ്കിൽ നല്ലത് കേൾക്കണേ ഉമ്മ, നല്ലതിന് ചെവി കൊടുക്കണേ ഉമ്മ. പാട്ടുകൾ നിങ്ങൾ കേട്ട് ആസ്വദിച്ചുകൊണ്ട് നിങ്ങളുടെ ചെവികളെ അല്ലാഹു വെറുക്കുന്നതിലേക്ക് കൊടുക്കല്ലേ മോനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണ ആർഭാടങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലല്ലേ നമ്മളുള്ളത്. അതേ, അവൻ്റെ വീട് 3 കോടിയുടെ വീടാണ്. ആ വീട്ടിൽ മകളുടെ കല്യാണമാണ്. പന്തലിട്ടത് 50 ലക്ഷത്തിൻ്റെയോ 80 ലക്ഷത്തിൻ്റെയോ 1 കോടിയുടെയോ ആണ്. അതെന്തു വേണേലും ചെയ്തോളൂ. അവിടെ നീയതാ നിനക്കിഷ്ടമുള്ള പാട്ടുകാരെ കൊണ്ടുവന്നില്ലടാ. മറ്റുള്ളവരുടെ ചെവിയിൽ ഹറാമ് കേൾപ്പിക്കാൻ നിന്റെ പൈസ നീ ചെലവാക്കിയില്ലേ മോനെ. നൃത്തമാടുവാനും പാട്ടുപാടുവാനും വേണ്ടിയിട്ട്, അശ്ലീല പാട്ടുകൾക്ക് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വ്യഭിചാര ചുവയുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട്, സുബ്ഹാനല്ലാഹ്, ചെറിയ മക്കൾ പോലും മദ്രസയിലേക്ക് വരുമ്പോ ആ മദ്രസയിലുള്ള മക്കൾക്ക് നബിമാരെ കുറിച്ചറിഞ്ഞുകൂടാ, മലക്കുകളെ കുറിച്ചറിഞ്ഞുകൂടാ, സ്വാലിഹുകളായ സ്വാലിഹത്തുകളായ ആളുകളെ പറ്റി അറിഞ്ഞുകൂടാ. പകരം അവർക്ക് സിനിമ നടന്മാരെ അറിയാം. യൂട്യൂബ് ചാനലുള്ള എത്രയോ ആളുകൾ ഡാൻസ് കളിക്കുന്ന, പാട്ട് പാടുന്ന, പല പല ഹറാമുകളാകുന്ന വീഡിയോസുകൾ യൂട്യൂബിലേക്ക് ചെയ്തു കൊടുക്കുന്ന, അത് കാണിച്ചു കൊടുക്കുന്ന പലരെയും കുട്ടികൾക്ക് പരിചയമുണ്ട്. വീട്ടിലുള്ള ഉമ്മമാരതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോരാണ്. അവരുടെ ഫാൻസ് അസോസിയേഷനായിട്ട് നടന്നു പോവുകയാണ്. അറിയണേ, നല്ലതിന് വേണ്ടിയാകണേ നിങ്ങളെ ചെവി കൊടുക്കേണ്ടത്. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, മോനെ, നിന്റെ കണ്ണുകൊണ്ടുള്ള കാണലുണ്ടല്ലോ, ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സാരിനാ. എല്ലാവർക്കും അവസാനം ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഇവിടെ, ഞാൻ നേരത്തെ ഇവിടെ ഓഫീസിൽ പോയിരുന്നു. അന്നേരം തന്നെ എനിക്ക് തോന്നി അൽഹംദുലില്ലാഹ് ഇന്ന് വേദന കുറച്ച് ആൾക്കാരുണ്ടാവും എന്നുള്ളത്. അതുവരെ എനിക്ക് ചോറുണ്ടെന്ന് അറിയില്ലായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി മാഷാ അല്ലാഹ്, എന്തായാലും കുറച്ച് ആളുകൾ വേദനയൊക്കെ ഉണ്ടാകും. കാരണം എല്ലാവർക്കും വേണ്ടത് അതാണല്ലേ. തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് ഫുഡ് എല്ലാ ദിവസവും, അത് വിചാരിച്ചിട്ട് ഇപ്പോൾ പള്ളിയിലേക്ക് ഇരുന്നത്. ഒരു ഹദീസ് ഉണ്ടായിരുന്നു, ജമാഅത്തിന് വരാത്ത ആളുകളെ വീടുകൾ നിങ്ങൾ തീയിട്ട് കരിക്കൂ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൽപ്പന. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഹദീസിൻ്റെ അവസാനം പറയുന്നുണ്ട്, എല്ലിൻ്റെ കഷ്ണങ്ങാൻ ഇടുന്ന് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ഓൻ്റെ പൊരയും പൂട്ടിയിട്ട് അടക്കം കിട്ടക്ക് വരൂലേ എന്ന്. തിന്നാൻ വേണ്ടിയിട്ടേ എന്തോ ആയിക്കോട്ടെ. ഇവിടെ തബറുക്കിൻ്റെ ഭക്ഷണമുണ്ട്, ഇൻഷാ അല്ലാഹ് ചീരണിയുണ്ട്. പോകുമ്പോൾ അത് വാങ്ങിയിട്ടേ പോകാവൂ. ഇൻഷാ അല്ലാഹ് സമയം നീട്ടിക്കൊണ്ട് പോകാൻ നമ്മൾ അനുവദിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ പരമാവധി പറഞ്ഞു തീർത്തിട്ട് നിർത്തും. അതിൻ്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് ആരും പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട് സംഘാടകർ. അള്ളാഹു അതിനൊക്കെ സഹായിച്ച ആളുകൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതും ഒരു ബറക്കത്താണല്ലോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, കാഴ്ചയിലുള്ള ബറക്കത്താണ്. നല്ലത് കാണുക, നല്ലതിലേക്ക് നോക്കുക, നല്ലതിലേക്ക് നോക്കുക.
നോട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതിലേക്ക് നോക്കുന്ന ഒന്നാണ് പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കുക എന്നുള്ളത്. സ്വന്തമായിട്ട് എല്ലാവർക്കും മൊബൈലുണ്ട്, സ്വന്തമായിട്ട് ബൈക്കുണ്ട്, സ്വന്തമായിട്ട് എന്താ പറയുക കച്ചവടമുണ്ട്, സ്വന്തമായിട്ടെന്ന് പറയാൻ പലതുണ്ട്. ATM കാർഡുണ്ട്, സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ട്, സ്വന്തമായിട്ട് പാൻ കാർഡുണ്ട്, സ്വന്തമായിട്ട് എന്താ പറയുക ആധാർ കാർഡുണ്ട്, ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമായിട്ട് മുസാഫുള്ളവർ കൈപൊക്കിയ കൂട്ടത്തിൽ നിന്ന് സ്വന്തമായിട്ട് മുസാഫുള്ളവർ കൈപൊക്ക്. എനിക്ക് സ്വന്തമായിട്ടൊരു മുസാഫുണ്ട്, എനിക്ക് ഒറ്റക്കൊരു മുസാഫുണ്ട് എന്ന് പറയുന്നവർ കൈപൊക്കിയേ ഉണ്ടാ കുറഞ്ഞ ആളുകൾ. ഇതാണ് നമ്മുടെ അവസ്ഥ.